അപ്പോൾ എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷം നിറഞ്ഞ ഹാപ്പി വിഷു. ഫ്രണ്ട്സ്, എൻ്റർടൈൻമെൻറ്റിനോട് ഏവർക്കും സ്വാഗതം. ടോവിനോ തോമസ് നായകനായ ഏറ്റവും പുതിയ സിനിമയാണ് പള്ളിച്ചട്ടമ്പി. കഥ, തിരക്കഥ, സംഭാഷണം രചിച്ചത് നമ്മുടെ എസ് സുരേഷ് ബാബുവാണ്. സംവിധാനം ചെയ്തിരിക്കുന്നത് ഡിജോ ജോസ് ആന്റണിയാണ്. ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത് ടോവിനോ തോമസ്, കയാടു ലോഹർ, വിജയരാഘവൻ, പ്രശാന്ത് അലക്സാണ്ടർ, സിദ്ദീഖ്, സുധീർ കരമന എന്ന വൻ താരനിര തന്നെ ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. എല്ലാവരുടെയും പ്രകടനം അടിപൊളിയാണ്. പക്ഷെ ഇതിനകത്തൊരു ഗസ്റ്റ് അപ്പിയറൻസ് വരുന്നുണ്ട്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാളാണ്. ഈ ടൊവിനോ തോമസിനെ പോലുള്ള ഒരു നടന്റെ വില്ലനായിട്ട് ഇദ്ദേഹം വരിക എന്നൊക്കെ പറയുന്നത് ഞാൻ ആ സിനിമ ഇയാളോ എന്റെ ഈശ്വര എന്ന് പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. അങ്ങനത്തെ ഒരാളാണ് ഈ സിനിമയിൽ ആ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. അതൊരു വലിയ കഥാപാത്രമാണ്. അതിന് അങ്ങനെയാണ് ചെയ്തു വെച്ചത്. ഈ സിനിമയിൽ ചെറിയതായിട്ട് സാധനങ്ങളെ കാണിക്കുന്നുള്ളൂ എങ്കിലും ഇതിന്റെ സെക്കൻഡ് പാർട്ടിലോട്ടാണ് ഇവർ തമ്മിലുള്ള സീനുകളെല്ലാം വരുന്നത്. കൊമ്പ് കോർക്കുന്നത് അവിടം തൊട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ഇതില് കാണുമ്പോൾ ഈ ഒരു പാനന്തിൻ മൂവി ആയതുകൊണ്ടായിരിക്കാം ഇദ്ദേഹത്തെ പോലെ ഒരു സ്റ്റാറിനെ ആ റോളിലോട്ട് കൊണ്ടുവന്നത്. എന്നാലും ഞെട്ടിപ്പോയി എന്നുള്ളതാണ്. കാരണം ഇദ്ദേഹം ഇതിനു മുമ്പ് ഇങ്ങനെയുള്ള വില്ലൻ കഥാപാത്രമൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഇന്ന നടന്നൊന്നും നോക്കിയിട്ടില്ല അദ്ദേഹം. അപ്പോൾ ആരാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. സിനിമ കണ്ടവർക്കറിയാം. അപ്പോൾ നമുക്ക് സിനിമയോട് കിടക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുന്നതും ഷെയർ ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കൂടുതലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും വലുത്. അപ്പം പള്ളിച്ചട്ടമ്പി. അപ്പം ഇതിനകത്ത് പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, പള്ളിച്ചട്ടമ്പി എന്ന് പറയുന്ന ഒരു പള്ളീനെ കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്നും രക്ഷിക്കാൻ വരുന്ന ഒരു ചട്ടമ്പിയാണ്. ഒരു കമ്മ്യൂണിസ്റ്റുകാർ ആ പള്ളി അവിടെ തന്നെ ഒരു പാർട്ടി മന്ദിരം പണിയണമെന്ന് അവർക്ക് ആഗ്രഹം. എന്നാൽ പള്ളി പണിയണമെന്ന് പള്ളിക്ക് ആഗ്രഹം. അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥലത്ത് അത് പാർട്ടിക്കാരിൽ നിന്നും പള്ളീനെ രക്ഷിക്കാൻ വരുന്ന ഒരു ചട്ടമ്പിയാണ്. ആ ചട്ടമ്പി വന്ന് കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്നും പള്ളീനെ രക്ഷിക്കുകയും അതിനുശേഷം ഈ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന് പറഞ്ഞ ഒരു നാടകം കാണുകയും അതിനുശേഷം അദ്ദേഹത്തിന് വരുന്ന മാനസാന്തരവും മാത്രമല്ല ഇതൊന്നുമല്ല ഈ സിനിമയുടെ മൊത്തമുള്ളത്. അവിടുന്ന് അദ്ദേഹം ഈ നാട് തന്നെ ഉപേക്ഷിച്ച് അദ്ദേഹത്തിന് പോകേണ്ടി വരുന്നതും അതിനുശേഷം ഈ നാട്ടിലോട്ട് തന്നെ തിരിച്ചു വന്ന് ഈ നാടിനെ രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് ചുമതല ഏൽക്കേണ്ടി വരുന്നതും ആ നാടിനെ രക്ഷിക്കുന്നതും ആ നാട്ടുകാരെ ശരിക്കും പറഞ്ഞാൽ ഒരു രാഷ്ട്രീയമോ ഒരു മതമോ ഒന്നുമല്ല. ഏത് രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും ഏത് മതത്തിലുള്ളവരാണെങ്കിലും ഏത് ജാതിയാണെങ്കിലും എല്ലാവരും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ, അല്ലെങ്കിൽ നമുക്കൊരു മേൽക്കൈമ ഉള്ളൂ എന്നുള്ള ഒരു ഇത് പറയുന്ന ഒരു സിനിമയാണിത്. പക്കാ രാഷ്ട്രീയം പറയുന്നുണ്ട്, തുടക്കം മുതൽ അവസാനം വരെ ഉണ്ട്. എങ്കിലും ഇത് ഒരു രാഷ്ട്രീയ പാർട്ടീനെ നല്ലതായി കാണിക്കുന്നതോ ഒരു രാഷ്ട്രീയ പാർട്ടിയെ മോശമായിട്ടോ ഒന്നും ഈ സിനിമയിൽ അധികം അങ്ങനെ സീനുകളില്ല. ഇത് മുതലാളിത്തത്തിനെതിരെയുള്ള സാധാരണ ജനങ്ങളുടെ അവരുടെ കൂട്ടായ്മ, അവർക്ക് രാഷ്ട്രീയമോ മതമോ ഒന്നുമില്ല. അവര് പച്ചയായ മനുഷ്യരാണ്. അവരെ ഒന്നിച്ച് നിൽക്കുന്നു കഴിഞ്ഞാൽ എന്തും നേടിയെടുക്കും എന്നുള്ള ഒരു സന്ദേശം പറയുന്ന സിനിമയാണ്. ഇതിനകത്ത് വേറെയും കാര്യങ്ങളുണ്ട്, അതൊന്നും എനിക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട് പറയുന്നില്ല. അപ്പോൾ ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നവരെല്ലാം ടൊവിനോ തോമസിന്റെ കഥാപാത്രത്തെയൊക്കെ അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്ന ഒന്നും പറയാൻ ഒരു ഗുണ്ടയാണ്, ഒരു ചട്ടമ്പിയാണ്, എന്നൊരു ഭയങ്കര സ്നേഹസമ്പന്നനാണ്, എല്ലാവരെയും സഹായിക്കുന്നവനാണ്. ഒരു പ്രത്യേക രീതിയിലാണ് അദ്ദേഹം ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതേപോലെ നായിക കഥാപാത്രത്തെ ചെയ്തിരിക്കുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള സംഭാഷണമാണെങ്കിലും നോട്ടമാണെങ്കിലും നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ഇഷ്ടം തോന്നുന്ന രീതിയിലുള്ള കഥാപാത്രമാണ്. ഇതിനകത്തുള്ള എല്ലാവരും അവരുടെ പ്രകടനമെല്ലാം അടിപൊളിയായിട്ടാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ കളറിങ്ങും ലൈറ്റിങ്ങും ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാം, മ്യൂസിക് നമുക്ക് പറയണ്ടല്ലോ, മ്യൂസിക്കൊക്കെ ജസ് ബിജോയുടെ മ്യൂസിക്കൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഈ സിനിമയ്ക്ക് വേണ്ട സ്ഥലത്ത് മാത്രം കൊടുത്ത് അതേ സിനിമേനെ ആ രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. സംവിധായകന്റെ കാര്യമൊന്നും പറയണ്ട, നമുക്കറിയാവുന്ന കാര്യമാണ്. അടിപൊളിയായിട്ട് നമുക്ക് ഒരു സിനിമയിൽ നിന്ന് നമുക്ക് മാറിപ്പോകാതെ സിനിമയിൽ തന്നെ ശ്രദ്ധിച്ചിരിക്കാൻ അതിന് മാത്രമുള്ളതൊക്കെ ആ സിനിമയിൽ സംവിധായകൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ മാത്രമല്ല ഫൈറ്റ് സീൻസ് ഒക്കെ ആണെങ്കിലും എല്ലാം, കളറിങ് ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോറും അതേപോലെ ആർട്ടൊക്കെ അടിപൊളിയാണ് കേട്ടോ ഇതിനകത്ത് ചെയ്തു വെച്ചിരിക്കുന്ന. കാരണം സ്ഥലങ്ങൾ അല്ലെങ്കിൽ പള്ളി മറ്റുള്ള എല്ലാം അടിപൊളിയായിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. കോസ്റ്റ്യൂമൊക്കെ ആണെങ്കിലും നല്ല, കാരണം നമുക്ക് കോസ്റ്റ്യൂമൊന്നും കാണുമ്പോൾ അയ്യേ എന്ന് തോന്നാത്ത രീതിയിലുള്ള എല്ലാം പക്കയായിട്ടാണ് ഓരോ കഥാപാത്രങ്ങൾക്കും അവർ കോസ്റ്റ്യൂമും
മേക്കപ്പും എല്ലാം കൊടുത്തിരിക്കുന്നത് നല്ല ശ്രദ്ധിച്ചിട്ടാണ് അവർ ആ സിനിമ എടുത്തിരിക്കുന്നത്. ഒരു പാൻ ഇന്ത്യൻ മൂവിക്ക് വേണ്ട എല്ലാ ചേരുവകളും ഈ സിനിമയ്ക്ക് ഉണ്ട് എന്നാണ് പറയാനുള്ളത്. പിന്നെ എനിക്കിതൊരു മോശമല്ലാത്ത സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് സൂപ്പർ ബമ്പറും അങ്ങനെ പറയാൻ വേണ്ടി എനിക്ക് തോന്നുന്നില്ല. എന്നാലും നല്ലൊരു സിനിമയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു സിനിമയാണ്. പിന്നെ 100% ആൾക്കാർക്കും ഇഷ്ടപ്പെടുമെന്ന് പറയുന്നില്ല. കാരണം ഒരു രാഷ്ട്രീയം സംസാരിക്കുന്നുണ്ടെങ്കിലും ഒരാളെയും നല്ല രീതിയിൽ മോശമാക്കുന്നില്ല എന്നുണ്ടെങ്കിലും ചിലർക്ക് അങ്ങനെ തോന്നിയാൽ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഒരു സിനിമ ആസ്വദിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് പോയി സിനിമ കാണുക. നിങ്ങൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷം നിറഞ്ഞ ഹാപ്പി വിഷു. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.